അല്ലാഹുവേ, വിശുദ്ധ വേദഗ്രന്ഥമാകുന്ന ഖുർആൻ ഞങ്ങളുടെ ഹൃദയത്തിന്റെ വസന്തമാകണേ, ഞങ്ങളുടെ അറിവിന്റെ ഐശ്വര്യമാകണേ. ഞങ്ങൾ നാളെ പോയി കിടക്കുന്ന 6 അടി മണ്ണിൽ ഞങ്ങൾക്ക് നേരം പോക്കിന്റെ കൂട്ടുകാരനാവണേ തമ്പുരാനെ. ഞങ്ങൾ നാളെ മുറിച്ചു കടക്കാനുള്ള സിറാത്ത് പാലത്തിന്റെ മുകളിൽ ഞങ്ങളുടെ കൈ പിടിക്കുന്ന, ഞങ്ങളോടുകൂടെ സഹവസിക്കുന്ന സഹവാസിയായി, സഹചാരിയായി വിശുദ്ധ ഖുർആനിനെ നീ പരിവർത്തിപ്പിക്കണേ തമ്പുരാനെ. വത്വരീഖല്ലനാ ഇലാ ജന്നതിനാ, സ്വർഗത്തിലേക്കുള്ള ഞങ്ങളുടെ വഴിയായി, വഴികാട്ടിയായി ഞങ്ങളിങ്ങനെ കൊണ്ട് നടക്കുന്ന ഞങ്ങളുടെ വേദഗ്രന്ഥത്തെ നീ ആക്കി മാറ്റണേ അല്ലാഹ്. ഇതാണ് മഹത്തുക്കളുടെ ഖുർആനുമായി ബന്ധപ്പെട്ട ദുആ എന്നർത്ഥം. കാരണം അതിൻ്റെ ഒരു ഹർഫ്, റമദാൻ വരാൻ പോവാൻ, എണ്ണിച്ചുട്ട അപ്പങ്ങളെ പോലെയുള്ള വളരെ കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ ഒരു ശവ്വാൽ പിറ വാനലോകത്ത് പ്രത്യക്ഷമാവുകയാണ്. അതോടുകൂടെ നമ്മളുടെ മട്ട് മാറി, അതോടുകൂടെ നമ്മളുടെ അന്തരീക്ഷം മാറി, അതോടുകൂടെ നമ്മുടെ വീടിൻ്റെ സാഹചര്യങ്ങൾ മാറി. പിന്നെ നമ്മൾ ഖുർആനുമായിട്ട് ഒന്നുകൂടി ആത്മബന്ധം സ്ഥാപിക്കാൻ, ആ ആത്മബന്ധത്തിൻ്റെ ഏറ്റവും വലിയ പാഠങ്ങളാണ് അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പെരുന്നാൾ സീസൺ കച്ചവടം നടക്കാൻ, ഒരു പെരുന്നാളിൻ്റെ വലിയൊരു ബിഗ് സെയിൽ നടക്കാൻ, ഓഫറുകളുടെ ഒരു പെരുമഴക്കാലത്ത് വ്യാപാരം അതിൻ്റെ തീവ്രതയിലേക്ക് കടന്നു പോകുന്ന ഒരു സമയമാണ് പെരുന്നാളിൻ്റെ തലേന്ന് എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ ആ വലിയൊരു സീസണിൻ്റെ തലേന്ന് ആരെങ്കിലും കട അടച്ചിടുമോ എന്ന് ചോദിക്കാറുണ്ട്. ഇതുപോലെ അത് പറഞ്ഞ മാതിരിയാണ് റമദാൻ വരുന്നതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങൾ. വലിയൊരു സീസൺ വരാൻ പോവാൻ, കൊയ്ത്തുത്സവം, ഇബാദത്തിൻ്റെ കൊയ്ത്തുത്സവം, ആരാധനകളുടെ കൊയ്ത്തുത്സവം. അള്ളാഹുവായിട്ട് അടുക്കാനുള്ള എല്ലാ വാതിലുകളും നമുക്ക് വളരെ പോസിറ്റീവായിട്ട് തുറന്നു തരപ്പെടുന്ന ഒരു ഉത്സവ പ്രതീതി എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഉത്സവമാണ്, അവൻ്റെ ഫെസ്റ്റിവലാണ്. ആ ഫെസ്റ്റിവലിനെ അവൻ അതിമനോഹരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് റമദാൻ നമ്മളെ പഠിപ്പിക്കുന്നത് എന്നർത്ഥം. അതുകൊണ്ട് റമദാനിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളിലേക്കാണ് നമ്മുടെ മനസ്സുകളൊക്കെ തന്നെ പോകേണ്ടത്. നമ്മൾ പറയാറുണ്ടല്ലോ ഹെളൂറുൽ ഖൽബ്. ഹെളൂർ എന്ന് പറഞ്ഞാൽ പ്രസൻസ് എന്നാണ്. കൽബിൻ്റെ പ്രസൻസ് ഉണ്ടാവുക. ഒരു അമല് ചെയ്യുന്ന സമയത്ത് ഹേർട്ട് പ്രസൻസോടുകൂടെ, നമ്മൾ മലയാളത്തിൽ പറയും മനസ്സാന്നിധ്യം. സാന്നിധ്യം എന്ന് പറഞ്ഞാൽ ഒരാൾ ഇവിടെ പ്രസന്റ് ആയാൽ അയാളുടെ സാന്നിധ്യം നമ്മളെ സന്തോഷിപ്പിക്കുന്നു എന്ന് പറയും. ഒരാൾ ഇവിടെ ആബ്സെന്റ് ആയാൽ അയാളുടെ അഭാവം നമ്മളെ ദുഃഖിപ്പിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ പ്രസന്റ് ആവുക എന്നുള്ളത്, ഒരു പള്ളിയിൽ പോയിട്ട് നിസ്കാരത്തിന് തക്ബീർ കെട്ടിയാൽ ആദ്യം അവിടെ ഹാജരാകേണ്ടത് നമ്മളെ കൽബാണ്. സാധാരണ രീതിയിൽ മനുഷ്യൻ അശ്രദ്ധയിലായിട്ട് ജീവിക്കുമ്പോൾ ബാക്കിയെല്ലാം അവിടെ ഹാജരായിട്ടുണ്ടാകും. നമ്മുടെ ശരീര അവയവങ്ങൾ ഫിസിക്കലി നമ്മളവിടെ പ്രസന്റ് ആണ്, പക്ഷേ നമ്മുടെ കൽബ് മാത്രം ആബ്സെന്റ് ആയിരിക്കും. നിസ്കാരത്തിനായിട്ട് തക്ബീർ കെട്ടിയാൽ കൽബിനെ പിന്നെ നിർവ്വാണം കിട്ടാത്ത പ്രേതം പോലെ, അല്ലെങ്കിൽ നൂല് പൊട്ടിയ പട്ടം പോലെ, അലഞ്ഞു തിരിയുന്ന അപ്പൂപ്പൻ താടി പോലെ കൽബ് പള്ളിൻ്റെ പുറത്തു കൂടെ ഇങ്ങനെ പോയിട്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും അലഞ്ഞു തിരിഞ്ഞിട്ട് സലാം വീട്ടിയതിൻ്റെ ശേഷം നമ്മൾ അടുത്തേക്ക് തന്നെ തിരിച്ചു വരുന്ന ഒരു കാഴ്ച പല നിസ്കാരങ്ങളിലും നമുക്കൊക്കെ ഉണ്ടാകാറുണ്ട്. അതെന്തുകൊണ്ടാണ്? ഇബ്ലീസ് എപ്പോഴും നമ്മളുടെ കൂടെ, നമ്മുടെ കൽബിൽ ഇബ്ലീസ് ഉണ്ട്. അപ്പം ആ ഇബ്ലീസ് ആണ് കൽബിനെ ലീഡ് ചെയ്യണത്. അവൻ നിന്റെ ശരീരം നിസ്കരിക്കാൻ തുടങ്ങി, നമുക്കൊന്ന് പുറത്തുപോയി വരാ എന്ന് കൽബിനോട് ഇബ്ലീസ് പറയാൻ. അതുകൊണ്ടാണ് അള്ളാന്റെ റസൂല് സഹാബത്തിനോട് ഇങ്ങനെ തന്നെ പറഞ്ഞത്, ലികുല്ലി മിൻകും ഖരീൻ. നിങ്ങളുടെയൊക്കെ ബോഡിയിൽ, നിങ്ങളുടെയൊക്കെ ബ്ലഡിൽ നിങ്ങളെ പിഴപ്പിക്കാനുള്ള ചാർജ് നൽകപ്പെട്ട ഒരു ഓൺ ഡ്യൂട്ടിക്കാരനായ ഒരാൾ ഉണ്ട്. അത് ഇബ്ലീസാണ്. ഉക്കില ബിഹി, അയാൾ ഡ്യൂട്ടിയിലാണ്. ഉക്കില, അയാൾ വക്കാലത്ത് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളെ പിഴപ്പിക്കാനുള്ള ചുമതലയാണ് അയാൾക്കുള്ളത്. അപ്പോൾ എവരിബഡി, ഓരോരുത്തർക്കും ആളുമ്മല് അയാളെ പിഴപ്പിക്കാൻ ഒരു ഇബ്ലീസ് അയാളെ കൂടെ ഉണ്ട്. ഫുൾ ടൈമായി ഇബ്ലീസ് അയാളുടെ കൂടെ ഉണ്ടാകും. നമ്മളിപ്പോൾ നമ്മളെ മൊബൈൽ ഫോൺ എടുക്കാൻ മറന്നു പോകുന്ന സമയങ്ങൾ വളരെ കുറവാണ്. ഈവൻ നമ്മൾ അങ്ങനെ മൊബൈൽ എടുക്കാൻ മറന്നുപോയാൽ മൊബൈൽ നമ്മളെ കൂടെ ഇല്ല, പക്ഷെ ഇബ്ലീസ് നമ്മളുടെ കൂടെയുണ്ട്. കപ്പിൾസ് ഒന്നിച്ച് ജീവിക്കും പലപ്പോഴും, പക്ഷേ ദമ്പതികൾ ബെറ്റർ ഹാഫിനെ കൂട്ടാതെ ചിലപ്പോൾ എങ്ങോട്ടെങ്കിലുമൊക്കെ നീങ്ങാം. പക്ഷെ ആ സമയത്തും ഇബ്ലീസ് നമ്മളുടെ കൂടെ ഉണ്ടാകും. ഭാര്യൻ്റെ കൂടെ ഭർത്താവില്ലെങ്കിൽ, ഭർത്താവിൻ്റെ കൂടെ ഭാര്യ ഇല്ലെങ്കിലും ഇബ്ലീസ് ഓരോരുത്തരുടെ കൂടെയും ഏൽപ്പിക്കപ്പെട്ട ആളുണ്ടാകും. അയാൾ ഊണിലും നമ്മുടെ കൂടെയാണ്, ഉറക്കിലും നമ്മളുടെ കൂടെയാണ്, വിശ്രമത്തിലും നമ്മുടെ കൂടെയാണ്, ജോലിത്തിരക്കിലും നമ്മുടെ കൂടെയാണ്. അതാണ് ലികുല്ലി മിൻകും ഖരീൻ. ഖരീൻ എന്ന് പറഞ്ഞാൽ
നമ്മളോട് ഒട്ടിക്കിടക്കുന്ന പ്രതിഭാസം പോലെ അയാൾ നമ്മളെ എല്ലായിടത്തും നമ്മളെ കൂടെ ഉണ്ടാകുന്ന അർത്ഥം. ഹത്താ അന, ഈ പറയുന്ന ഞാനിവരെ അങ്ങനെയാണ്. ആരാ പറയണത്? മദീനത്തെ പള്ളിയിൽ അള്ളാഹിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ പറയുന്ന ഞാൻ വരെ അങ്ങനെയാണ്. വലാകിന്നല്ലാഹ, പക്ഷെ എങ്കിലും അല്ലാഹു തആല അആനനി അലൈഹി, അവന്റെ മേൽ എന്നെ സഹായിച്ചു. ഫഅസ്ലമ, അപ്പൊ എന്നെ പഴിപ്പിക്കാൻ ഡ്യൂട്ടി ഏൽപ്പിക്കപ്പെട്ടിരുന്ന ഇബ്ലീസ് എനിക്ക് വേണ്ടി മുസ്ലിമായി, അസ്ലമ. പക്ഷേ സഹാബത്തിനോട് പറഞ്ഞു, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹാബ, നിങ്ങളെ പഴിപ്പിക്കാനുള്ള ഡ്യൂട്ടിക്കാരനായ നിങ്ങളുടെ ശരീരത്തിലുള്ള ഖരീൻ ഒരിക്കലും മുസ്ലിം ആയിട്ടില്ല, ഇനി അയാൾ മുസ്ലിം ആകാൻ പോകുന്നും ഇല്ല. മനുഷ്യന്റെ അവസ്ഥ ഇതാണ്. ഇതിപ്പോ സഹാബത്തിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാദാ സീതാ ലെവലിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളുടെ അവസ്ഥയാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കേണ്ടത് എന്നർത്ഥം. അപ്പൊ എപ്പോഴും ഖുർആൻ ഇറങ്ങേണ്ടത് ഖൽബിലേക്കാണ്, നിസ്കാരം ഇറങ്ങേണ്ടത് ഖൽബിലേക്കാണ്, നോമ്പ് നോൽക്കേണ്ടത് ഖൽബ് കൊണ്ടാണ്, മജ്ലിസിന്റെ ഇൽമിന്റെ മജ്ലിസിൽ നമ്മൾ പങ്കെടുക്കേണ്ടത് ഖൽബ് കൊണ്ടാണ്. മനുഷ്യൻ ഖൽബ് കൊണ്ട് മാത്രം ജീവിച്ചാൽ ജയിക്കുന്ന ഒരു പ്രതിഭാസമാണ്. ഒരു ദിവസം മദീനത്തെ പള്ളിയിൽ ഒരാള് ളുഹാ നിസ്കരിക്കാൻ. അപ്പൊ നബിതങ്ങള് ഒരു 10 മണി സമയമായിരിക്കും, ഏകദേശം മധ്യാഹ്നത്തിലേക്ക് ഇങ്ങനെ ചേക്കേറുന്ന ഒരു മനോഹരമായ സന്ദർഭമാണ്. ആ സന്ദർഭത്തിൽ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം റജുലൻ യുസല്ലി സ്വലാത്തുൽ ളുഹാ വയഅബസു ബിലിഹയൈഹി, അയാള് പള്ളിയിൽ വന്നിട്ട് നല്ല നിയത്ത്, നല്ല മനുഷ്യൻ തന്നെയാണ്. കാരണം അദ്ദേഹം ളുഹാക്കൊക്കെ പ്രാധാന്യം കൊടുത്തിട്ടാണല്ലോ ആ നേരത്ത് വന്ന് നിസ്കരിക്കുന്നത്. പക്ഷേ യഅബസു ബിലിഹയൈഹി, അദ്ദേഹത്തിന്റെ 2 കൈയിന്റെ വിരലുകളെ കൊണ്ട് താടിയിൽ ഇങ്ങനെ കളിക്കുക. അബസ എന്ന് പറഞ്ഞാൽ വെറുതെ ലക്ഷ്യമില്ലാതെ ഇങ്ങനെ കളിക്കണേനാണല്ലോ ഈ അബസു എന്ന് പറയാ. അപ്പൊ അദ്ദേഹത്തിന്റെ താടി രോമങ്ങളിൽ കൈയിന്റെ വിരലുകളുമായിട്ട് അദ്ദേഹം ഇങ്ങനെ അശ്രദ്ധമായിട്ട് കളിക്കുകയാണ്. അപ്പൊ നബിതങ്ങള് അദ്ദേഹത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് ഈ ദൃസാക്ഷികളാകുന്ന സഹാബികളോട് പറഞ്ഞു, അമാഹാദ, ആ മനുഷ്യണ്ടല്ലോ, ലൗ ഖശഅ ഖൽബുഹു, അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ആട്ടിടയനായ ഖൽബ് എങ്ങാനും അള്ളാഹുവിനെ പേടിച്ചിരുന്നുവെങ്കിൽ ലഖശഅത് ജവാരിഹു, അദ്ദേഹത്തിന്റെ ആട്ടിൻപറ്റങ്ങളാകുന്ന ശരീര അവയവങ്ങളും അള്ളാഹിനെ പേടിച്ചേനെ. ഇപ്പൊ ആട്ടിടയൻ, ആട്ടിൻപറ്റം, ഈ 2 കൺസെപ്റ്റിലാണ് നമ്മളെ ഹ്യൂമൻ ബോഡിയും അവന്റെ ഹൃദയവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ക്രൈസ്തവ ഇടവകകളിലൊക്കെ തന്നെ ഒരു ഇടയൻ ഉണ്ടാകും. ആ ഇടയനാണ് പള്ളിയിൽ അച്ഛൻ. ആ ഇടയൻ ഖുതുബ ഓതുന്നതിനെ പറ്റിയാണ് ക്രൈസ്തവ വിശ്വാസികൾ ഇടയ ലേഖനം വായിച്ചു എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാല് ഒരു ഖതീബിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആള് ഇടവകയിലെ ക്രൈസ്തവരായ വിശ്വാസികളാകുന്ന കുഞ്ഞാടുകളോട് മതകാര്യങ്ങൾ അഭിസംബോധന നടത്തുന്നതിനാണ് ഇടയ ലേഖനം എന്ന് പറയാ. അപ്പം ആ ലേഖനം വായിച്ച ആളാരാണ്? ഇടയനാണ്. അത് കുഞ്ഞാടുകളെ ബോധ്യപ്പെടുത്തിയ ആളാരാണ്? ഇടയനാണ്. ഈ ഇടയന്റെ കൂടെ കുഞ്ഞാടുകളാകുന്ന ജനങ്ങളുണ്ട്. അതാരാണ്? ഇദ്ദേഹത്തിന്റെ മഅ്മൂമിങ്ങളാണ്. ആ കുഞ്ഞാടുകളും ഇടയനും ജീവിക്കുന്ന മഹല്ല് ജമാഅത്തിന്റെ പേരാണ് ഇടവക. അതുകൊണ്ട് ക്രൈസ്തവ ഇടവകകളിലെ ഇടയൻ തന്റെ കുഞ്ഞാടുകളെ അഭിസംബോധന ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ വിളിക്കും. പള്ളിമേടയിൽ വന്നിട്ട്, ചർച്ചിൽ വന്നിട്ട്, പ്രിയപ്പെട്ട കുഞ്ഞാടുകളെ. അപ്പൊ കുഞ്ഞാടുകളൊക്കെ തന്നെ അത് ശിരസ വഹിച്ച് കേൾക്കും. അതേ കൺസെപ്റ്റ് അല്ലേ ഇസ്ലാമിലുള്ളത്? നമുക്കൊരു മഹല്ല് ജമാഅത്ത്, നമുക്ക് ആ മഹല്ല് ജമാഅത്തിൽ കുറെ തൈക്കാവുകൾ, തൈക്കാവ് എന്ന് തെക്കൻ ജില്ലയിൽ പറയും. നമ്മുടെ മലബാറിൽ അതിന് സ്രാമ്പ്യപ്പള്ളി, നിസ്കാരപ്പള്ളി എന്നൊക്കെ പറയും. ആ സ്രാമ്പ്യപ്പള്ളികളുടെ, നിസ്കാരപ്പള്ളികളുടെ ഒക്കെ ഒരു അമീർ അല്ലെങ്കിൽ ഒരു ജാമ്യ ആയിരിക്കുന്ന മസ്ജിദ് അല്ലേ, അതിൻ്റെ ഒക്കെ ഒരു നേതാവ്, മസാജിദുകളുടെ നേതാവാണല്ലോ മസ്ജിദുൽ ജാമ്യ, ജുമഅ നിർവഹിക്കുന്ന പള്ളി. ആ ജുമഅ ജമാഅത്ത് നിർവഹിക്കുന്ന പള്ളിയുടെ കീഴിൽ ഒരു മഹല്ല് ജമാഅ അല്ലേ, ഒരു മഹല്ല് ജമാഅത്ത് ഉണ്ടാകും. അതാണ് ഈ ഇടവക. ആ മഹല്ല് ജമാഅത്തിന്റെ ചീഫ് ഇമാം അദ്ദേഹമാണ് ഇടയൻ. ആ മഹല്ല് ജമാഅത്തിലെ ജനറൽ ബോഡി മെമ്പേഴ്സ് അവരാണ് കുഞ്ഞാടുകൾ. അൽ ഇമാമു റാഇൻ, ഒരു ഇമാം ആരാണ്? ആട്ടിടയനാണ്. അപ്പോ വന്നാസു റഇയ്യത്തുൻ, അദ്ദേഹത്തിന്റെ കൂടെ ജീവിക്കുന്ന, അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന ജനങ്ങളൊക്കെ തന്നെ കുഞ്ഞാടുകളാണ്. വൽ വറജുലു റാഇൻ, ഒരു വീട്ടിലുള്ള പുരുഷനും ഒരു ഇടയനാണ്. വമസ്ഊലുൻ, അവൻ ചോദ്യം ചെയ്യപ്പെടുന്നവനാണ്. അൻ റഇയ്യതിഹി, തന്റെ കീഴിലുള്ള ഇടയന്മാർ, ആട്ടിൻപറ്റങ്ങളെ പറ്റി. ഐ അൻ സൗജിഹി, അവന്റെ ഭാര്യയെ പറ്റി.
ഒരു പെണ്ണും ഇടയയാണ്, ഒരു വീട്ടിലെ ഗൃഹനാഥ. ആ വീടിന്റെ ഹോം മിനിസ്റ്റർ എന്ന് പറയുന്നത് ആഭ്യന്തരമന്ത്രിയാകുന്ന പെണ്ണ്, പ്രൈം മിനിസ്റ്റർ ആണാണെങ്കിൽ ഹോം മിനിസ്റ്റർ ഉമ്മയാണ് അല്ലെങ്കിൽ ഭാര്യയാണ്. മസ്ഊലത്തുൻ, അവളും ചോദ്യം ചെയ്യപ്പെടുന്നവളാണ്. തന്റെ ഭർത്താവിന്റെ സ്വത്തിനെ പറ്റി എന്നാണ് അള്ളാന്റെ ഹബീബ് പറഞ്ഞത്. അതായത് അൻ ഔലാദിഹ, അവളെ മക്കളെ പറ്റി. ഭർത്താവിന്റെ സ്വത്ത് എന്ന് ആദ്യം പറഞ്ഞു, എന്നിട്ട് പറഞ്ഞു അവളെ മക്കളെ പറ്റി. നമ്മൾ കൽബ് കൊണ്ട് ജീവിക്കുമ്പോഴാണല്ലോ കൽബിലേക്ക് ഖുർആൻ ഇറങ്ങുന്നത്, ഇൽമ് ഇറങ്ങുന്നത്. ഇപ്പോ അതുകൊണ്ടാണ്, ചിന്ത കൊണ്ടാണല്ലോ ഒരു സത്യവിശ്വാസി ലോകത്ത് വലിയ പരിവർത്തനങ്ങൾ തീർക്കേണ്ടത്. ചിന്ത. പല സഹാബി വനിതമാരെയും പറ്റി പറയാറുണ്ട്, അത്തഫക്കുറു ഫീ ഖൽഖില്ലാഹ്. ഒരു സഹാബി വന്നാണ്ട് പറയുന്നുണ്ട്, എൻ്റെ ഭാര്യ മണിയറയിൽ അവളെ ശാരീരിക പരിരംഭണം നടത്താൻ, അവളെ പുണരാൻ ഞാൻ കടന്നു പോകുമ്പോൾ അവൾ നിത്യനിദ്രയിലേക്ക് വഴുതി വീണ പോലെ അങ്ങനെ നിർനിമേഷയായിട്ട് കിടക്കുകയാണ്. ഞാനൊന്ന് പോയിട്ട് എൻ്റെ കരസ്പർശം അവളിലേക്ക് ഏൽപ്പിച്ചപ്പോൾ, എൻ്റെ ശരീരത്തിൻ്റെ സ്പർശനം അവൾ ഏറ്റുവാങ്ങിയപ്പോൾ അവൾ ഏതോ ഒരു ഉറക്കിൽ നിന്ന് പെട്ടെന്ന് ഞെട്ടി ഉണരും പോലെ ഒന്ന് റിലീസായി. അപ്പം ഞാൻ ചോദിച്ചു, നീ ഉറങ്ങായിരുന്നോ? അപ്പം എൻ്റെ മഹതിയായ എൻ്റെ ഭാര്യ പറഞ്ഞു, അല്ല, ഞാൻ അത്തഫക്കുറു ഫീ ഖൽഖില്ലയിലായിരുന്നു, അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവങ്ങളെ പറ്റി ചിന്തിക്കായിരുന്നു. ഈ ചിന്താശേഷി ഏറ്റവും കൂടുതൽ ഉണർത്തുന്ന ഒരു സിദ്ധൌഷധക്കൂട്ടാണ് ഖുർആൻ. ഖുർആൻ ഭയങ്കരമായിട്ട് ചിന്താശേഷി. ഖുർആൻ പാരായണം ചെയ്താൽ, ഇപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹുവിനെ പറ്റി പറയുന്നുണ്ട്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു ഖുർആൻ പാരായണം ചെയ്തിരുന്ന പാരായണ ശാസ്ത്രം തിലാവത്തു തദബ്ബുർ ആയിരുന്നു. തിലാവത്തു തദബ്ബുർ എന്ന് പറഞ്ഞാൽ ചിന്തിച്ച് ഖുർആൻ ഓതാൻ. ഇപ്പോൾ മുഹദ്ദീൻ ശൈഖ് തങ്ങള് ഒരു കാലിന്മേൽ നിന്നിട്ട് ഒരു ഖത്തം തീർത്തോവർ എന്ന് ഖാദി മുഹമ്മദ് നമുക്ക് പാടി തന്നിട്ടുണ്ട്. അപ്പൊ ഷെയ്ഖ് മുഹിയുദ്ദീൻ തങ്ങള് ഒറ്റ കാലിന്മ നിന്നിട്ട് ഒരു ഖത്തം തീർത്തു നമ്മൾ പറയാറുണ്ട്. ഷാഫി ഇമാമിനെ പോലെയുള്ള ആൾക്കാർ ഒരു ദിവസം തന്നെ പല ഖത്തമ് തീർത്തത് നമ്മൾ ചരിത്രദ്വാര കേട്ടതാണ്. എന്നാല് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സഹാബി പ്രമുഖന് ഖുർആനിന്റെ ഒരു ആയത്ത് പാരായണം ചെയ്യാൻ അറ്റ്ലീസ്റ്റ് 6 മാസം എടുത്തിരുന്നു. നമുക്കത് അത്ഭുതമാണ്. ഒരു ആയത്ത് ഓതി തീർക്കാൻ 6 മാസം. പിന്നെ 6 മാസം കഴിഞ്ഞിട്ടാണ് അടുത്ത ആയത്തിലേക്ക് കിടക്കുക. സപ്പോസ് ഫോർ എക്സാമ്പിൾ, ഉദാഹരണമായിട്ട് എങ്ങനെയാണ് ഒട്ടകം പടക്കപ്പെട്ടത് എന്ന് നിങ്ങൾ ആലോചിക്കുന്നില്ലയോ എന്ന ഖുർആന്റെ ചോദ്യം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആ ഖുർആന്റെ ആയത്ത് ഒരു പ്രാവശ്യം ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അത് അനവരതം പാരായണം ചെയ്യാൻ, എന്നിട്ട് മരുഭൂമിയിലേക്ക് ഇറങ്ങാൻ, ഒട്ടകം സുലഭമായി ഉള്ള ഈ മണലാരണ്യത്തിൽ എന്താ ഒട്ടകത്തെ പറ്റി നിങ്ങൾ ചിന്തിക്കാത്തത് എന്ന് എൻ്റെ ഉടയ തമ്പുരാൻ എന്നോട് ചോദിച്ചല്ലോ. അഫലാ യൻദുറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ ഒട്ടകത്തെ പറ്റി, എങ്ങനെയാണത് സൃഷ്ടിക്കപ്പെട്ടത്? അങ്ങനെ ഒട്ടകത്തിൻ്റെ ജൈവശാസ്ത്രം അറിയുന്ന, അതിൻ്റെ മനഃശാസ്ത്രം അറിയുന്ന, മരിപ്പറമ്പിലെ ഒട്ടക ചരിത്രത്തെ പ്രാധാന്യത്തോടു കൂടെ കാണുന്ന, അതിൽ നിപുണരായ അറബികളെ സമീപിക്കാൻ ഈ മനുഷ്യൻ ഇറങ്ങി പുറപ്പെടുകയാണ്. എന്നിട്ട് അവരോട് ഒട്ടകത്തിൻ്റെ രീതിശാസ്ത്രങ്ങൾ ചോദിച്ചറിയാൻ, അത് എപ്പോഴാ ഉറങ്ങുന്നത്, അപ്പോൾ എപ്പോഴാ ഉണരുന്നത്, അതെങ്ങനെയാ പ്രസവിക്കുന്നത്, അതെങ്ങനെയാ ഗർഭധാരണം നടത്തുന്നത്, ഒട്ടകത്തിൻ്റെ ചുണ്ടിനെന്തിനാ മധ്യഭാഗത്ത് ഒരു മുറിവ്, ഒട്ടകത്തിൻ്റെ നാവിനെന്തിനാണ് ഇത്രയും വലിയ പരുഷത. അപ്പൊ അവരിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്, അത് കള്ളി മുൾച്ചെടികളെ അനായാസം തൻ്റെ നാവ് കൊണ്ട് ചുണ്ടുകൊണ്ട് വരുതിയിലാക്കിയിട്ട്, സാധാരണ നമ്മൾ ചോറിൻ്റെ ഉരുള ഭക്ഷിക്കും പോലെ അനായാസം ഭക്ഷിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതിൽ വലിയ പാഠം നിങ്ങൾക്കില്ലേ? അത് വെള്ളം ശേഖരിക്കുന്നത്, അതിൻ്റെ ഇന്ധനക്ഷമത, ഇലാസ്തികത, അത് മരുഭൂമിയിൽ അതിൻ്റെ പാദം താഴേക്ക് താഴ്ന്നു പോകാതെ വിശാലമായ മരുപ്പറമ്പിലൂടെ ഒരുപാട് ദിവസങ്ങളോളം ഈ പരുപരുത്ത വെയിലിൻ്റെ ഊഷ്മളമായിരിക്കുന്ന രശ്മികളെ മേനിയിലേക്ക് ഏറ്റുവാങ്ങിയിട്ട് യാതൊരു ഡീഹൈഡ്രേഷനും ഇല്ലാതെ ആ ജീവി മുന്നോട്ട് പോവാൻ. ഒരു മരുഭൂമിയിൽ പോയിട്ട് 1 മണിക്കൂർ വെയിൽ കൊണ്ട് നിൽക്കാൻ കഴിയുമോ നമുക്ക്? ശരീരത്തിലെ ജലാംശങ്ങൾ വറ്റിപ്പോയി നിർജ്ജലീകരണം വന്ന് ക്ഷീണിച്ച് തളർന്ന് ബോധരഹിതരായി നമ്മൾ പിറകോട്ട് വീഴും. പക്ഷെ ആ ജീവി ദിവസങ്ങളോളം വലിയ ഭാരമിയെന്ന ചുമടുകൾ തൻ്റെ മുതുകിൽ ചുമന്നിട്ട് ഒരു തുള്ളി വെള്ളത്തിൻ്റെ കണിക പോലും ഇല്ലാതെ ദിവസങ്ങളോളം ആ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയുടെ തപ്തമായ മണലാരണ്യത്തിലെ കാലാവസ്ഥയിൽ അത് ജീവിച്ച് അതിജീവനം നടത്തുക. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്.
അതിൻ്റെ രീതി, അതിൻ്റെ അനാട്ടമി, അതിൻ്റെ ഷെയ്പ്പ്, അതിൻ്റെ ക്ഷമ, അതിൻ്റെ ഇടപെടലുകൾ, അതിൻ്റെ ജീവിത വ്യതിയാനങ്ങൾ, ഇതൊക്കെ ഈ മനുഷ്യൻ പഠിച്ച് 5-6 മാസം ഒട്ടകമായിരുന്നു പഠന വിഷയം. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു വന്നിട്ട് ഖുർആൻ മറിച്ചു നോക്കാൻ. അപ്പൊ അടുത്ത ആയത്ത് ഏതാണ്? എങ്ങനെയാണ് ഒരു തൂണ് പോലുമില്ലാതെ ആകാശമാകുന്ന നീലപ്പന്തൽ നിങ്ങളുടെ തലക്ക് മുകളിൽ അള്ളാഹു വലിച്ചു കെട്ടിയത്. ഇന്നും ശാസ്ത്രത്തിന് ആകാശം കാണാൻ കഴിഞ്ഞിട്ടില്ലല്ലോ, അല്ലേ? ഇപ്പൊ കൽപ്പന ചൗള പോയി, നീലാം സ്ട്രോങ് ചന്ദ്രനിൽ പോയി, അതുപോലെ തന്നെ കൽപ്പന ചൗള അടക്കമുള്ള ആളുകൾ ബഹിരാകാശ സഞ്ചാരം നടത്തി. ഇപ്പൊ സുനിത വില്യംസും വില്യൻ മോറും, അമേരിക്ക പറഞ്ഞയച്ച ഇന്ത്യ വംശജയായ സുനിത വില്യംസ് ഉണ്ട്, വില്യൻ മോർ ഉണ്ട്. ഇവർ 2 പേരിപ്പോ പിന്നെ ബഹിരാകാശ യാത്രികരായിട്ട് അവിടെ ഉണ്ട്. അവരെങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാന് 8 ദിവസത്തിനുള്ള സാധനം പാക്ക് ചെയ്ത് പോയതാണ് സുനിതക്ക്. 8 ദിവസം കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞ് ബന്ധുക്കളോട് യാത്ര പറഞ്ഞു പോയതാണ്. കൊല്ലം 1 പിന്നിട്ടു. ഈ ഫെബ്രുവരിയിലാണ് സുനിതയും മോറും തിരിച്ചു വരേണ്ടത്. ഇപ്പോഴും ആശങ്കയിലാണ് അവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ. അപ്പൊ അതിൻ്റെ ഇടയിൽ ഒരു മാസം മുമ്പ് നമ്മുടെ തലന്റെ മുകളിലൂടെ സുനിത വില്യംസും മോറും ഒക്കെ അടങ്ങുന്ന സംഘം ബഹിരാകാശ യാത്രികർ യാത്ര ചെയ്യുന്ന ബഹിരാകാശ പേടകം നമ്മുടെ കേരളത്തിന്റെ ഭൗമമണ്ഡലത്തിന്റെ നേരെ മുകളിലുള്ള വായുമണ്ഡലത്തിലൂടെ ഒരു 400 കിലോമീറ്റർ നമ്മുടെ തലക്ക് മുകളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു. നമ്മളെ കുട്ടികളടക്കം അത് ഐഫോണിൽ അതിന്റെ ക്യാമറ അവരുടെ വീഡിയോ ക്ലിപ്പുകളൊക്കെ പകർത്തിയിരുന്നു. നമ്മുടെ നഗ്ന നേത്രങ്ങളെ കൊണ്ട് പല ആളുകളും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അത് കണ്ടു. നല്ല തെളിഞ്ഞ മാനത്തിൽ, അന്തരീക്ഷത്തിൽ 400 കിലോമീറ്റർ മാത്രമാണ് അത് മുകളിലുള്ളത്. ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ വലിപ്പമുള്ള നമ്മളെ മദ്രസന്റെ പുറത്ത് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത സ്ഥലത്ത് ആ ഗ്രൗണ്ടിനോളം വലിപ്പമുള്ള ഒരു 320 അടി നീളവും 300 അടി വീതിയുള്ള മനുഷ്യനിർമ്മിതമായ റഷ്യയും ജപ്പാനും ജർമ്മനിയും അമേരിക്കയും കാനഡയും ഒക്കെ അസംബിൾ ചെയ്ത് നിർമ്മിച്ച ആ സ്പേസ് ഷട്ടിൽ ബഹിരാകാശ പേടകം, അതിൻ്റെ അകത്താണ് ഇപ്പൊ അവരുള്ളത്. അത് നമ്മുടെ തലക്ക് മുകളിലൂടെ പോയപ്പോൾ മനുഷ്യൻ അന്തിച്ച് നിൽക്കുകയാണ്. ശാസ്ത്രത്തിന്റെ ഒരു കണ്ടുപിടുത്തല്ലേ, ശാസ്ത്രത്തിന്റെ ഒരു പുരോഗതിയല്ലേ, അല്ലേ? അതിന്റെ എത്ര ലക്ഷക്കണക്കിന് പ്രകാശവർഷം കിലോമീറ്റർ മുകളിലാണ് സമാ ഉദ്ദുന്യ. ആ 1ാമത്തെ ആകാശത്തിന്റെ ചോട്ടിലാണ് ബൾബ് തൂക്കിയിട്ട പോലെ ലക്ഷക്കണക്കിന് ഗാലക്സികൾ, മിൽക്കി വേകള്, സഞ്ചാരപഥങ്ങൾ, നക്ഷത്രങ്ങള്, കണ്ണ് ചിമ്മിക്കൊണ്ടിരിക്കുന്ന താരാപഥങ്ങള് ഒക്കെ ഉള്ളത്. അതിൻ്റെ അടുത്തേക്ക് പോലും എത്താൻ കഴിഞ്ഞില്ല. എന്നിട്ട് ആ കോടാനക്കോടി നക്ഷത്രങ്ങളിൽ ഒരു കുഞ്ഞു നക്ഷത്രത്തിന്റെ മധ്യഭാഗത്ത് നമ്മൾ ഈ അധിവസിക്കുന്ന വിശാലമായ ഭൂമിയെ കൊണ്ടുപോയി ഇട്ടാല് അത് വലിയ മരുഭൂമിയിൽ നമ്മളെ കയ്യിലിരിക്കുന്ന ഒരു മോതിരം ഇട്ട പോലെയാണ്. ഏത്? ആ നക്ഷത്രത്തിന്റെ മധ്യഭാഗത്ത് നമ്മളെ ഭൂമിയെ കൊണ്ടുപോയിട്ടാൽ ഒരു മരുഭൂമിയിൽ ഒരു മോതിരം കൊണ്ടുപോയിട്ട പോലെയാണ് നാം അധിവസിക്കുന്ന ഭൂമിയിൽ. അപ്പോ ലഅല്ലക്കും, അല്ലെ, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ തന്നിരിക്കുന്നത്. അപ്പൊ ഖുർആൻ ചിന്തയുടെ പാഠഭേദങ്ങളാണ് നമുക്ക് നൽകുന്നത് എന്ന് സുതരാം സുവ്യക്തമാണ്. അതുകൊണ്ടാണല്ലോ ഏറ്റവും വലിയ ദിക്ർ ഏതാണ്, അല്ലെ? കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ. നാവ് കൊണ്ട് നിങ്ങൾക്ക് ഉച്ചരിക്കാൻ വളരെ ദുബ്ലാപത്തില, വളരെ മൃദുലമാണ്. സഖീലത്താനി ഫിൽ മീസാൻ. നാളെ മീസാൻ എന്ന തുലാസിൽ അതിനോളം കനമുള്ള ഒരു കട്ടി വേറെയില്ല. ഹബീബത്താനി ഇലർ റഹ്മാൻ. റഹ്മാനായ റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 വചനങ്ങൾ. സഹാബ ഇത് കേൾക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന സഹാബ, ഇത് കേട്ടിട്ട് അത് അമല് ചെയ്യാൻ മാത്രം ജീവിക്കുന്ന സഹാബ. ഓൽക്ക് വേറെ തിരക്കൊന്നുമില്ലല്ലോ. ഗീബത്തില്ല, നമീമത്തില്ല. ഗീബത്തിന്റെയും നമീമത്തിന്റെയും വാട്സപ്പ് വെർഷൻ ഇല്ല, ഇൻസ്റ്റാ വെർഷൻ ഇല്ല, ട്വിറ്റർ വെർഷൻ ഇല്ല, യൂട്യൂബ് വെർഷൻ ഇല്ല, ഫേസ്ബുക്ക് വെർഷൻ ഇല്ല, ഒന്നുമില്ല. ഹബീബായ നബി തങ്ങൾ പറയുന്നത് കേൾക്കുക, അത് പ്രാക്ടിക്കലി പ്രൂവ് ചെയ്യുക. അതുമാത്രം ജീവിത വ്രതമായിട്ട് കൊണ്ടു നടന്ന സഹാബത്ത്. ആ സഹാബത്തിന്റെ മുമ്പിലേക്കാണ് 3 സൂചന കൊടുക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ദിക്റിനെ പറ്റി. എന്താണ്? 2 കലിമത്തുകൾ സഹാബ. അത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോവാൻ. എന്താണ് ഇതിന്റെ പ്രത്യേകത? അത് നിങ്ങളുടെ നാവിൻ തുമ്പിൽ വളരെ ലളിതം, വളരെ മൃദുവായത്, കനമില്ലാത്തത്, അല്ലേ? എന്നാൽ മീസാൻ എന്ന തുലാസിൽ ഭയങ്കര ഭാരമാണ്. തുലാസിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ തുലാസിന്റെ തട്ട് നിലത്ത് തട്ടും. 3ാമത്തത് അള്ളാഹ്ക്ക് പ്രേഷ്ടം, അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള 2 കലിമത്ത്. അപ്പോഴേക്ക് പിന്നീടിരിക്കുന്ന സഹാബത്തൊക്കെ ആവേശഭരിതരായി മുന്നിലേക്ക് വരിക. കാരണം ഇത് മിസ്സായാൽ അത് ജീവിതത്തിന്റെ വലിയ നഷ്ടമാണ്. ഏതാണ് നബി ആ കലിമത്ത്?
പിന്നെ അവരുടെ ക്യൂരിയോസിറ്റി വളരെയാണ്. ഞങ്ങൾക്കത് അറിഞ്ഞിട്ടേ സമാധാനമുള്ളൂ. അപ്പൊ അള്ളാന്റെ ഹബീബ് പറഞ്ഞു സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. എന്താ ഇതിന്റെ അർത്ഥം? സുബ്ഹാനല്ലാഹ്. നമ്മളെപ്പോഴും അജബ് ഉണ്ടാകുമ്പോഴാണല്ലോ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന് നമ്മൾ പറയലെപ്പോഴാ ഒരു വലിയൊരു സർപ്രൈസ്, ഒരു മിറാക്കിൾ, എന്തോ ഒരു അചമ്പ, ഒരു അനൗക്കി, ഒരു അത്ഭുതമുള്ള ഒരു കാര്യം വരുമ്പോൾ നമ്മൾ അപ്പ പറയും സുബ്ഹാനല്ലാഹ്. ഈ സുബ്ഹാനല്ലാഹ് പറയുന്നത് ഉള്ളിൽ തട്ടിയിട്ടാണെങ്കിൽ അത് മീസാൻ എന്ന തുലാസിൽ ഭയങ്കര വെയിറ്റുള്ള ദിക്റാണ് എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് പക്ഷിപ്പറവകൾ പോലും സന്ധ്യാനേരത്തും പ്രഭാത നേരത്തും കുറച്ച് ഊക്കിൽ ശബ്ദം ഉണ്ടാക്കാറുണ്ട്. സഹാബ ചോദിച്ചു, നബിയെ എന്താ ഈ പക്ഷിപ്പറവകൾ പ്രഭാതത്തിലും പ്രദോഷത്തിലും ഭയങ്കര ചലപില ശബ്ദം ഉണ്ടാക്കുന്നത്? അള്ളാന്റെ റസൂല് ആയത്തോതി കൊടുത്തു യുസബ്ബിഹ്ന. അവിടെയും സബ്ബഹ സബ്ബഹ തസ്ബീഹ് സുബ്ഹാനല്ലാഹ്. യുസബ്ബിഹ്ന യുസബ്ബിഹ്ന ബിൽ ഗുദുവി വൽ ആസാൽ. അപ്പൊ മോർണിംഗിലും ഈവനിങ്ങിലും സുബ്ഹാനല്ലാഹ് ചൊല്ലാണ്. അതിന്റെ ഭാഷ നിങ്ങൾക്ക് മനസ്സിലാവായിട്ടാണ് അവർ ഉള്ളു തട്ടിയിട്ട് പറയാണ്. ഒരു മദ്രസയിൽ പോവാത്ത, ഒരു കിൻഡർ ഗാർഡനിൽ പോവാത്ത, ഒരു സർവകലാശാലയിൽ ഇൽമ പഠിക്കാൻ വേണ്ടി പോകേണ്ടി വരാത്ത, അള്ളാഹു മരണം വരെ ഉള്ളത് മുഴുവൻ ജനിച്ചപ്പോഴേ മസ്തിഷ്കത്തിലേക്ക് സേവ് ചെയ്ത് കൊടുത്ത് വിട്ട കൂട്ടരാണ് പക്ഷി, ഇഴജന്തുക്കള്, മൃഗങ്ങള്, പറവകള്, മറ്റുള്ള എല്ലാ ജീവജാലങ്ങളും. മനുഷ്യൻ മാത്രമാണ് ഫ്രീ ആയിട്ട്, ഫ്രഷ് ആയിട്ട്, ശൂന്യമായ തലച്ചോറായിട്ട് ഭൂമിയിലേക്ക് വിട്ട ആള്. നമ്മൾ അള്ളാഹു ഒരു ഖാലിയായ ഖയാൽ, ഫിക്ർ, ദിഹ്ന്, അല്ലേ, നമ്മളെ തലച്ചോറ് ശൂന്യാക്കിയിട്ടാണ് അള്ളാഹു ദുനിയാവുക്ക് വിട്ടത്. നിങ്ങൾക്ക് ഏതു ഇതിലേക്ക് ഫീഡ് ചെയ്യാം. നന്മ ഫീഡ് ചെയ്യാം, തിന്മ ഫീഡ് ചെയ്യാം, അത് പഠിക്കുക, ഇത് പഠിക്കുക. അതുകൊണ്ട് പഠിച്ചാലേ എവിടെയെങ്കിലും എത്താൻ പറ്റുള്ളൂ. അത് മതമായാലും ഭൗതികമായാലും നമ്മൾ ആർജിക്കണം. ആർജിത വിജ്ഞാനങ്ങളാണ് മനുഷ്യനുള്ളത്. ലേണിംഗ്, സ്പീക്കിംഗ്, ലിസണിങ്, ഹിയറിംഗ്, സ്മെല്ലിങ്, റൈറ്റിംഗ്, ഇതൊക്കെ മനുഷ്യൻ ആർജിക്കുന്നതാ. ഒരു പക്ഷിക്കും പേന എടുക്കേണ്ടി വന്നിട്ടില്ല. ഒരു പക്ഷിക്കും വോയിസ് ക്ലിപ്പ് കേൾക്കേണ്ടി വന്നിട്ടില്ല. ഒരു പക്ഷിക്കും മദ്രസയിൽ പോകേണ്ടി വന്നിട്ടില്ല. ഒരു പക്ഷിക്കും കാലാവസ്ഥാ നിരീക്ഷണ മുന്നറിയിപ്പ് ആകാശവാണിയിലൂടെ ഇന്നെന്താ പറഞ്ഞത് എന്ന് അന്വേഷിക്കേണ്ടി വന്നിട്ടില്ല. മനുഷ്യൻ പക്ഷി പാറിപ്പോയപ്പോ അതിനെപ്പറ്റി അന്വേഷിക്കാണ്. ഈ ദേശാടന പക്ഷി പാറിപ്പോകണമെങ്കിൽ എന്തോ ഒരു കാലാവസ്ഥാ വ്യതിയാനം ഇവിടെ വരാൻ പോകുന്നുണ്ട്, നമ്മളത് പഠിക്കണം. അങ്ങനെ പഠിച്ചപ്പോ ഭീകരമായ ഒരു സുനാമി തിരമാല വന്നത് പക്ഷി പാറി 2 ദിവസം കഴിഞ്ഞതിന്റെ ശേഷമാണ് എന്ന് ശാസ്ത്രം ഈ ലോകത്ത് തെളിയിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ്? ദേശാടന കിളി പാറിപ്പോകുകയാണെങ്കിൽ അതിന്റെ സമയമാകും മുൻപേ അത് പാറിപ്പോകുന്നുണ്ടെങ്കിൽ, പക്ഷി ശാസ്ത്രജ്ഞനായ ഡോക്ടർ സാലിം അലി അടക്കമുള്ള ആളുകൾ പറഞ്ഞു, ആ ജനങ്ങൾ, ആ പ്രദേശവാസികൾ എന്തോ ഒന്ന് ഭയക്കണം. അതുവരെ പ്രകൃതിയിൽ നമ്മൾ പക്ഷിയിലൂടെയാ പഠിച്ചത്. അതാണ് അവലം യറൗ ഇലത്വയ്രി ഫൗഖഹും സാഫാത്ത് വയഖ്ബിൽന മാ യുംസികുഹുന്ന ഇല്ലർ റഹ്മാൻ ഇനിൽ കാഫിറൂന ഇല്ലാ ഫീ ഗുറൂർ. ഒക്കെ ചിന്തയാണ്. ഈ കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ട് നമ്മൾ വൈകുന്നേരവും സുബൈക്കും തസ്ബീഹ് ചൊല്ലി കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹി വബിഹംദിഹി, അതെ, അള്ളാഹിന്റെ പരിശുദ്ധിയെയും മഹത്വത്തെയും നമ്മൾ വാഴ്ത്താൻ. അത് വെർബലി പറഞ്ഞാൽ പോരാ. ഈ ദിക്റുകളൊന്നും വെർബൽ എക്സസൈസ് ആകാൻ പാടില്ല എന്നാണ്. വാട്ട് യു മീൻ ബൈ വെർബൽ എക്സസൈസ്? അധര വ്യായാമം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. അധരം, ചുണ്ടിനൊരു എക്സസൈസ്, അല്ലേ? നമ്മൾ രാവിലെ ജോഗിങ്ങിന് പോകും, വാക്കിങ്ങിന് പോകും, പല എക്സസൈസ്, മെഡിറ്റേഷൻസ്, യോഗ, ജിംനേഷ്യത്തിൽ പോകുന്നവരുണ്ട്, ജോഗിങ് ചെയ്യുന്നവരുണ്ട്. ഇപ്പൊ കോട്ടക്കൽ പുത്തൂര് ബൈപ്പാസ് കൂടെ ആക്കണ്ട് നടന്നു കഴിഞ്ഞാൽ, പണ്ട് വാഹനങ്ങളെ കൊണ്ട് നടക്കാൻ പറ്റൂല എന്നാ പറയാ, അപ്പൊ നടത്തക്കാരെ കൊണ്ട് വണ്ടി ഓട്ടാൻ പറ്റൂല എന്നാ പറയില്ലേ പുത്തൂര് ബൈപ്പാസിലൊക്കെ. കാരണം എന്താണ്? മുഴുവൻ എക്സസൈസാണ്, അല്ലേ? വ്യായാമ മുറകളാണ്. ഈ വ്യായാമ മുറകളൊക്കെ തന്നെ നമ്മുടെ ശരീരത്തിന് ഒരു തരത്തിലുള്ള വ്യായാമ പ്രക്രിയ, എക്സസൈസ് ആണല്ലോ. അതേപോലെയല്ല നമ്മൾ ചൊല്ലുന്ന ദിക്റ് വെർബൽ എക്സസൈസ് അല്ല, നമ്മളെ ചുണ്ടിനുള്ള എക്സസൈസ് അല്ല. അതിന്റെ മലയാളമാണ് അധര വ്യായാമം. അധര വ്യായാമമാകാൻ പാടില്ല എന്നാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഏത് ചൊല്ലുകയാണെങ്കിലും എന്ത് പഠിക്കുകയാണെങ്കിലും ആദ്യം ഹാജരാകേണ്ടത് ഐ ആം ഹാജർ, ഞാൻ ഹാജറാണ്, ഞാൻ പ്രസന്റ് ആണ് സാർ എന്ന് പറയേണ്ടത് നമ്മളെ ചുണ്ടല്ല, നമ്മളെ കൽബാണ്. ആളിവിടെ ഉണ്ട്, കൽബ് പുറത്താണ്. എന്താ കാര്യം? കൽബ് പുറത്താണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല പള്ളിയായിട്ട് ബന്ധമുള്ള ആൾക്ക് നാളെ അർശിന്റെ തണൽ കൊടുക്കുമെന്ന് പറഞ്ഞപ്പോ ഫിസിക്കലി പള്ളിയായിട്ട് ബന്ധമുള്ള ആള് എന്ന് സ്ട്രെസ് ചെയ്ത് പറഞ്ഞിട്ടില്ല. ഖൽബുഹു മുഅല്ലഖും ബിൽ മസാജിദ്, അല്ലേ? ഒരു മനുഷ്യൻ അവന്റെ കൽബ് പള്ളിയായിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അവൻ ട്രെയിൻ യാത്രയിലാണ്, പക്ഷെ അവന്റെ SMS-കൾ, അവന്റെ വാട്സപ്പ് മെസ്സേജുകളൊക്കെ പോകുന്നത് റമദാൻ വരാൻ പോവാൻ നമ്മളെ പള്ളി ഒന്ന് പെയിന്റ് അടിച്ചിട്ടില്ല, ഫണ്ട് റേസ് ചെയ്യണം,
റവന്യൂ ജനറേറ്റ് ചെയ്യണം, നമ്മളെ പള്ളി നിലനിന്ന് പോകണം, കുട്ടികളൊക്കെ ഒന്ന് പള്ളിക്ക് അടുപ്പിക്കണം. തിരുവനന്തപുരത്തേക്ക് ട്രെയിനിൽ പോകുമ്പോൾ ഇയാളെ മെസ്സേജ് അതിനാണ്. നാളെ